നമസ്കാരം, ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തേനീച്ച കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ തേൻ എടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം സൂപ്പറൊക്കെ വെച്ച് കെട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തിന് മുന്നേ സൂപ്പറൊക്കെ വെച്ച് കെട്ടിയിരുന്നു. നമുക്ക് അടുത്ത സിറ്റുവേഷൻ എന്തായി എന്നുള്ളത് നമുക്ക് പെട്ടി തുറന്ന് ഒന്ന് നോക്കാം. എന്തായാലും നമുക്ക് തേൻ എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 ഫ്രെയിമും വെച്ചായിരുന്നു സൂപ്പറിൽ. അപ്പോൾ ആദ്യത്തെ 3 4 ഫ്രെയിമും നല്ല രീതിയിൽ നമുക്ക് അവർ കനപ്പിച്ചിട്ടുണ്ട്. സീലും ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ സീലും ആയിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ സീൽ വെച്ചതിന് ശേഷമാണ് നമുക്ക് തേന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് അതിന് മുന്നേ നമുക്ക് റൂട്ട് ചേമ്പർ നോക്കിയിട്ട് റാണി സെല്ലുണ്ടോ അതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് തേൻ എടുക്കാം. നമുക്ക് റാണി സെല്ല് ഉണ്ടാകുന്ന നോക്കണം. കാര്യം അവർ റാണി സെല്ല് കെട്ടാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ട്. അതുപോലെ നമുക്ക് അടുത്ത ഒരു സൂപ്പർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും കാലി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടുള്ളത് ഇരുന്നോട്ടെ കേട്ടോ. നമുക്ക് റാണി സെല്ല് ഉണ്ടാകുന്നുള്ളത് ഒന്ന് നോക്കണം. റാണി സെല്ല് കെട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു സെറ്റൊക്കെ പിരിഞ്ഞ് പൊക്കളയും നമ്മൾ. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ റാണി സെല്ല് നോക്കണം. നമ്മൾ എല്ലാ ഫ്രെയിമും എടുത്ത് നോക്കിയാലേ നമുക്ക് റാണി സെല്ല് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിലും ഇല്ല. എന്തായാലും ഇതിലും റാണി സെല്ല് ഇല്ല. അപ്പോൾ നമുക്കത് തിരിച്ചങ്ങ് വയ്ക്കാം. ഓക്കെ. അപ്പോൾ അവർക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയ പാക്കിങ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് അവർക്ക് പെട്ടെന്ന് കയറി സാധനങ്ങൾ തേൻ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ആ ഒരു ടൈൽസിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിനി അപ്പോൾ അടുത്തത് സൂപ്പർ എടുത്ത് വയ്ക്കാം.
ഈ സീസണിലെ ഫസ്റ്റ് തേനെടുപ്പാണ്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ കുറച്ച് കനമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, സീലും ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സീല് ചെയ്തിട്ടുണ്ട്. തേൻ ആയിട്ടുണ്ട്, തേൻ്റെ സീസൺ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളും പല സമയത്താണ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഈ മടവൂരിൽ ഇപ്പോഴാണ് സീസൺ. ചില സ്ഥലങ്ങളിൽ നേരത്തെ ചിലപ്പോൾ തേൻ ആയിട്ടുണ്ടാവും, എടുത്തിട്ടുണ്ടാവും. പക്ഷേ ചിലർ പറയുന്നുണ്ട് ഇപ്പോഴും സീസൺ ആയിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ചിലർ. എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗത്ത് മടവൂരിലൊക്കെ ഇപ്പോൾ കറക്റ്റ് സീസണാണ്. കണ്ടോ, നല്ല രീതിയിൽ അവർ കനപ്പിച്ച് വെക്കുകയും ചെയ്തു. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒരു സൂപ്പർ കൂടെ വെച്ചു കൊടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അത് നല്ല കനപ്പിച്ച് നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട്. അതിലും ഒരു സീൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നാലാമത്തത്. അപ്പോൾ നമ്മുടെ 5 സൂപ്പർ വെച്ചായിരുന്നു. അപ്പോൾ 5ാമത്തെ മാത്രം ലേശം അത് അവസാനം വെട്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് മാത്രം ഒരു ലേശം കനക്കുറവുണ്ട്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ കനമായിട്ടുണ്ട്, തേനും ആയിട്ടുണ്ട്. ലാസ്റ്റിൽ ഉള്ളതാണ്, അതിൽ ലേശം കനക്കുറവാണ്. നമ്മൾ അവസാനം ആണ് വെട്ടിയിട്ടത് കേട്ടോ. അടുത്ത എടുക്കുന്ന സമയമാകുമ്പോൾ അത് നല്ല കനത്തിന് ആവും. അപ്പോൾ നമുക്കിനി ഇത് എക്സ്ട്രാക്ടറിലൂടെ റെഡിയാക്കി എടുക്കാം. കുറച്ചേ ചെത്താനുള്ളൂ, കുറച്ച് ഭാഗത്തെ ഇവർ സീല് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത എടുക്കുകയാണ് നമ്മൾ. കുറച്ച് ഭാഗത്ത് മാത്രമേ ഒരു സീല് ചെയ്തുള്ളൂ കേട്ടോ. സീല് ചെയ്തിട്ട് എടുക്കുന്നതാണ് വളരെ നല്ലതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എന്തായാലും ഞാനും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ഫസ്റ്റ് എടുപ്പാണ്. ഇപ്പോൾ അടുത്തത് നമുക്ക് എങ്ങനെയായാലും ഒരു 8 ദിവസമൊക്കെ ആകുമ്പോൾ ഒരു സീൽ വെക്കാൻ സാധ്യതയുണ്ട്. അടിയിൽ 4 ഫ്രെയിം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇതപ്പോൾ കുറച്ചുകൂടെ അവർ കുറച്ചുകൂടെ കനത്തിന് അവർ കെട്ടും. അപ്പം നമുക്ക് മുകളിൽ ഒരു സൂപ്പർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഒരു അട അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം കൂടെ ആദ്യമേ നമ്മൾ എടുത്തതുണ്ട്. അപ്പോൾ അതിലൂടെ ചേർത്ത് 2 എണ്ണം നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ നേരത്തെ എടുത്തതിൻ്റെ അകത്ത് മുട്ടയും പുഴുവും ഉണ്ടാകുന്ന നോക്കണം നമ്മൾ. അതിന് ശേഷം മുട്ടയും പുഴുവും ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ തൽക്കാലം ഒരു 2 അട ഇട്ട് കൊടുക്കാം. ബാക്കി ഇനിയിപ്പം അടുത്ത തവണ നമ്മൾ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പെട്ടിയിൽ തേനെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേനെടുപ്പിൻ്റെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുക. പുതിയൊരു വീഡിയോയുമായി എത്തുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.